ഹായ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ കുറേ ദിവസമായി ഞാനിങ്ങനെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നത്. എനിക്കാണെങ്കിൽ വീഡിയോ എങ്ങനെ എടുക്കണ്ടേന്ന് പോലും അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു അറിയാവുന്ന പോലെ എടുത്തിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും ഇങ്ങനെ യൂട്യൂബിൽ കുറച്ച് പച്ച പിടിച്ച് വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് വന്നതിന് ശേഷം ഉച്ചക്കത്തേനുള്ള ചോറാണ് ആദ്യം വെച്ചത്. അപ്പോൾ അരിയൊക്കെ കഴുകി അത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറിലോട്ട് മാറ്റി വെച്ചേ. അപ്പം ഗ്യാസ് ലാഭിക്കാൻ എളുപ്പപ്പണിയാണല്ലോ. പിന്നെ അതിന് ശേഷം വറുക്കാനുള്ള മീൻ തിരുമ്മി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം അതെടുത്ത് വറുക്കാനും വെച്ച്. വറുക്കുമ്പോൾ ഞാനിങ്ങനെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരിക. അതിന് ശേഷം ഞാനിവിടെ പാല് മേടിക്കുന്നുണ്ട്. അപ്പം പാല് മേടിച്ചിട്ട് ഒരാഴ്ചത്തെ കുപ്പി ഉണ്ടായിരുന്നു പാല്. അപ്പം ഞാൻ ഇടയ്ക്ക് പാലെടുക്കാതെ വന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് തിളപ്പിച്ചിട്ട് തൈരിനായിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചു. അന്നേരം ആ കുപ്പിയൊക്കെ കൂടെ സോപ്പും ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴുകി വെച്ചു. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയില്ലെങ്കിൽ ആ ഒരു പാലിൻ്റേതായ ഒരു ചെകിടുമണം പോലത്തെ ഒരു സ്മെല്ല് നിൽക്കുമല്ലോ. അപ്പോൾ അതെനിക്ക് അങ്ങോട്ട് തൃപ്തി വരത്തില്ല. ചൂടുവെള്ളം ഒഴിച്ച് സോപ്പൊക്കെ ഇട്ട് കഴുകിയാലേ തൃപ്തി വരത്തുള്ളൂ. പിന്നെ കുറച്ച് രാവിലെ ചായ കുടിച്ച പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അങ്ങ് കഴുകി എടുത്ത് മാറ്റി വെച്ചു. പാത്രമെല്ലാം കഴുകി ഞാൻ ഇങ്ങനെ ഒരു ട്രേക്കകത്ത് ഇട്ടിട്ട് വെള്ളം ഇതാകാൻ വേണ്ടി വെക്കുക. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, ഇവിടെ ഞാൻ എണ്ണ ഇല്ലാത്തപ്പം മില്ലിന്ന് വെളിച്ചെണ്ണ മേടിച്ചായിരുന്നു. അപ്പോൾ അത് തീർന്നു. അപ്പോൾ അതിൻ്റെ കുപ്പിയൊക്കെ കഴുകി എടുത്ത് നോക്കുകയാണ്. വീട്ടിൽ മമ്മി തേങ്ങ ആട്ടാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ എടുത്തുകൊണ്ട് വരാനൊരു കുപ്പിയായല്ലോ. അങ്ങനെ ഞാനത് കുറേ പ്രാവശ്യം സോപ്പിട്ട് കഴുകി. പിന്നെ ഒരു കന്നാസ് ഉണ്ടായിരുന്നേ, അപ്പം അതും നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകി. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി വന്നിട്ട് കുപ്പി എടുത്ത് വെയിലത്ത് കൊണ്ട് വെക്കുക, കുപ്പിക്കകത്തെ വെള്ളം ഉണങ്ങി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കന്നാസ് കഴിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടായി വന്നിട്ട് ചേട്ടായി അങ്ങ് കഴുകി തന്നേ. അതിന് ശേഷം ഞാൻ നാളത്തേനുള്ള അരി അങ്ങ് വെള്ളത്തിലിട്ടു. അപ്പോൾ അരി വെള്ളത്തിലിടുന്നതിന് മുന്നേ ഞാനാണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ടാണ് വെള്ളത്തിലിടുന്നത്. അപ്പോൾ അരയ്ക്കുമ്പോൾ ആ വെള്ളം കൂട്ടി അങ്ങ് അരച്ചാൽ മതിയല്ലോ. പിന്നെ ഞാൻ ചാറുകറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കാസർഗോഡ് സ്പെഷ്യലായിട്ടുള്ള തോരപ്പുളി വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തോര വേവിച്ച് പിന്നെ എനിക്ക് കുറച്ച് കാന്താരിമുളകും വെളുത്തുള്ളിയൊക്കെ കൂടെ ചതച്ച് ഇട്ടിട്ട് കടുകും പൊട്ടിച്ചപ്പോഴത്തേനും കറിയായി. അങ്ങനെ പിന്നെ ഉച്ചയ്ക്കത്തേനും ലഞ്ച് കഴിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.